ചാക്കോ വധക്കേസ് പ്രതി സുകുമാരക്കുറുപ്പിന്റേതെന്ന് സംശയിച്ച് പോലീസ് ശേഖരിച്ച പാസ്പോർട്ട് തൃശൂർ വടക്കാഞ്ചേരി കരുമാധര സ്വദേശിയായ ദാമോദരൻ മേനോന്റേതാണെന്ന് സ്ഥിരീകരണം. ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകരനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ദാമോദര മേനോൻ മലേഷ്യയിലേക്ക് പോയത്. പാലക്കാട് സ്വദേശിനെ അദ്ദേഹം അവിടെ വെച്ച് വിവാഹം കഴിച്ചു. ഇവർക്ക് 2 മക്കളുണ്ട്. നിലവിൽ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ് അദ്ദേഹം. നാട്ടിലെ വീട്ടുകാരുമായി ഇദ്ദേഹം നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്നും 1 മാസം മുമ്പ് വീട്ടിലേക്ക് വിളിച്ചിരുന്നതായി സഹോദരൻ വ്യക്തമാക്കി. സുകുമാരക്കുറുപ്പ് തിരോധാനത്തിന് 4 പതിറ്റാണ്ടായിട്ടും അഭ്യൂഹങ്ങളിൽ ഇന്നും സജീവമാണ്. കുറുപ്പ് മരിച്ചിട്ടില്ലെന്നും ബ്രൂണയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. മലേഷ്യയിൽ ജനിച്ച മലയാളി എന്ന വ്യാജേനയാണ് ബ്രൂണയിലെ ജീവിതമെന്നും ഭാര്യയും മകനും അബുദാബിയിലാണെന്നും ഒക്കെയായിരുന്നു അഭ്യൂഹങ്ങൾ. ബ്രൂണയിൽ നിന്നുള്ള സുകുമാരക്കുറുപ്പിന്റേതെന്ന തരത്തിലുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മലേഷ്യ ബ്രൂണെ അതിർത്തിയോട് ചേർന്ന സിപ്പാങ്കിൽ ചൈനക്കാരനുമായി ചേർന്ന് ബിസിനസ്സും നിർമ്മാണ കമ്പനിയും നടത്തുകയാണെന്നും മലയാളികളുമായി ഒരു ബന്ധവുമില്ലെന്നുമായിരുന്നു പ്രചരിച്ച വാർത്തകൾ. എന്നാൽ ഇത്തരം ഒരു വിവരം കിട്ടിയിട്ടില്ലെന്നും അഭ്യൂഹമാവാനാണ് സാധ്യതയെന്നും ക്രൈംബ്രാഞ്ച് IGS ശ്യാമസുന്ദർ കേരള കൗമുദിയോട് പറഞ്ഞു. കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാൾക്ക് 78 വയസ്സുണ്ടെന്നാണ് പ്രചാരണം. എന്നാൽ കുറുപ്പിനിപ്പോൾ 83 വയസ്സായിട്ടുണ്ടാവുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കുറുപ്പിന്റെ ഒളിത്താവളത്തിന്റെ ദൃശ്യങ്ങൾ പോലും ചില ചാനലുകൾ പുറത്തുവിട്ടു. ഇതിനും സ്ഥിരീകരണമില്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. 4 പതിറ്റാണ്ടിലേറെയായി ഒരു ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ തന്ത്രങ്ങളുമാണ് സുകുമാരക്കുറുപ്പെന്ന ഒറ്റ പേരിനുള്ളത്. ഒരു സിനിമയെ പോലും വെല്ലുന്ന പെർഫെക്റ്റ് പ്ലാനിംഗ്, സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാനുള്ള പൈശാചികമായ ബുദ്ധി, നിയമവ്യവസ്ഥയുടെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച പതിറ്റാണ്ടുകളോളം വായുവിൽ അലിഞ്ഞുപോയതുപോലെ അപ്രത്യക്ഷമാകാനുള്ള അമാനുഷികമായ ഒളിത്താവളങ്ങൾ, ഇതൊക്കെയാണ് ഈ കേസിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈം മിസ്റ്ററികളിൽ ഒന്നാക്കി മാറ്റുന്നത്. എന്നാൽ ആ കഥ അവിടെ തീരുന്നില്ല. 42 വർഷങ്ങൾക്ക് ശേഷം അയാൾ ജീവനോടെയുണ്ട് എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെ കേരളം വീണ്ടും ചോരയുറയുന്ന ഒരു ഭീതിയിലേക്ക് ഉണരുകയാണ്. 1984 ജനുവരി 21 ആ കൊടും തണുപ്പുള്ള രാത്രിയിലാണ് കേരളത്തിന്റെ നെഞ്ചു പിളർക്കുന്ന ക്രൂരത അരങ്ങേറിയത്. അബുദാബിയിലെ വൻകിട കമ്പനിയിലെ ഉയർന്ന പദവിയിലും ലക്ഷങ്ങളുടെ ശമ്പളവും മതിയാകാതെ തന്റെ പേരിലെടുത്ത അന്നത്തെ കാലത്തെ ഭീമമായ 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ കുറുപ്പൊരുക്കിയ തിരക്കഥയിൽ സ്വന്തം മരണമായിരുന്നു ക്ലൈമാക്സ്. മോർച്ചറികളിലും പൊതുശ്മശാനങ്ങളിലും തനിക്ക് പകരം ഒരു അജ്ഞാത ജഡം തേടി അലഞ്ഞ് ഒടുവിൽ പരാജയപ്പെട്ട ആ രാത്രി കരുനാഗപ്പള്ളിയിലെ വിജനമായ ഹൈവേയിൽ വീട്ടിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് കാത്തുനിന്ന ചാക്കോ എന്ന പാവം ഫിലിം റെപ്രസെന്റേറ്റീവ് ആ മരണവണ്ടിയിലേക്ക് കയറി ചെന്നു. സൗഹൃദം നടിച്ച് കാറിലിരുത്തി ഈതർ കലർത്തിയ മദ്യം നിർബന്ധിച്ച് കുടിപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തിൽ തോർത്തു മുറുക്കി ആ നിരപരാധിയുടെ ജീവശ്വാസം അവർ കവർന്നെടുത്തു. തുടർന്ന് മാവേലിക്കര കുന്നം പാടശേഖരത്തിനരികിൽ തന്റെ അംബാസിഡർ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആ ശരീരത്തിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുമ്പോൾ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ ക്രൂരതയായിരുന്നു അവിടെ കത്തിയെരിഞ്ഞത്. പക്ഷേ കുറുപ്പിന്റെ കൊടും ക്രൂരമായ പെർഫെക്റ്റ് മർഡർ പ്ലാനിനെ തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ശക്തിയിൽ പോലീസ് പൊളിച്ചടുക്കി. കാറപകടത്തിൽ കുറുപ്പ് വെന്തുമരിച്ചുവെന്ന നാടകം മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നു വീണു. മൃതദേഹത്തിന്റെ ശ്വാസകോശത്തിൽ പുകയുടെ അംശമില്ലാത്തതും രക്തഗ്രൂപ്പിലെ വ്യത്യാസങ്ങളും കത്തിയ കാറിനരികിലെ കൃത്രിമ തെളിവുകളും കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു. സ്വന്തം അളിയൻ ഭാസ്കരപിള്ളയും വിശ്വസ്ത ഡ്രൈവർ പൊന്നപ്പനും തങ്കപ്പനും അടക്കമുള്ള കൂട്ടാളികൾ ഓരോരുത്തരായി പിടിയിലാവുകയും അവർ ഇരുമ്പഴിക്കുള്ളിലാവുകയും ചെയ്തപ്പോഴും പോലീസിന്റെ സർവ്വവലകളും കീറിയെറിഞ്ഞ് സുകുമാരക്കുറുപ്പ് ഇരുളിലേക്ക് മാഞ്ഞുപോയി. ഭൂട്ടാന്റെ കൊടുമനങ്ങളിലോ ഉത്തരേന്ത്യൻ സന്യാസിമാരുടെ ആൾക്കൂട്ടത്തിലോ അതോ ഗൾഫിലെ മണലാരണ്യങ്ങളിലോ അയാളുണ്ടെന്ന വാർത്തകൾ വന്നെങ്കിലും പോലീസിന്റെ കൈകൾ എപ്പോഴും ശൂന്യമായിരുന്നു. ഒടുവിൽ അയാൾക്ക് കടുത്ത ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്നും ഏതോ അജ്ഞാത കോണിൽ അയാൾ മരിച്ചിരിക്കാമെന്നുമുള്ള നിഗമനത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയും ഫോട്ടോയും പുറത്തുവരുന്നത്. എന്നാൽ അവിടെയും ട്വിസ്റ്റ് സംഭവിക്കുകയായിരുന്നു. അത് സുകുമാരക്കുറുപ്പല്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.